ഇന്ന് രാവിലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉപ്പും മുളകും സീരിയൽ താരമായിട്ടുള്ള സിദ്ധാർത്ഥ് പ്രഭു മദ്യലഹരിയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് ആ ഒരു വണ്ടി ഇടിച്ചിട്ട് ഒരു ലോട്ടറി വിൽക്കുന്ന സാധാരണക്കാരന് ഒരു അപകടം പറ്റുകയും അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ച നാട്ടുകാരെയും ആ ഒരു സംഭവ സ്ഥലത്തെത്തിയ പോലീസുകാർക്കെതിരെയും ഈ പറയുന്ന സിദ്ധാർത്ഥ് പ്രഭു ഭയങ്കരമായിട്ടുള്ള മോശം വാക്കുകളും അവരെയൊക്കെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ള രീതിയിൽ ഇന്നലെ രാത്രി കോട്ടയം ഈ പറയുന്ന ചിങ്ങവനത്ത് വെച്ചിട്ട് സിദ്ധാർത്ഥ് പ്രഭുവിനെ അവിടെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു പോലീസുകാർ. അപ്പോൾ ഈ ഒരു സമയത്ത് സിദ്ധാർത്ഥ് പ്രഭുവിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിടെ സംഭവിച്ച കുറച്ച് കാര്യങ്ങളുടെ വീഡിയോസും കാര്യങ്ങളും ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിലൊക്കെ കാണുന്ന സമയത്ത്, ഈ ഒരു വീഡിയോ ഒക്കെ നോക്കുന്ന സമയത്ത് ആ ഒരു കോട്ടയം ചിങ്ങവനത്ത് ഈ ഒരു ആക്സിഡന്റ് പറ്റിയ സമയത്ത് സിദ്ധാർത്ഥ് പ്രഭുവിനെ പോലീസുകാർ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിടെ നാട്ടുകാർ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ട ഒരു രീതിയുണ്ട്. അതിനോടനുബന്ധിച്ചുകൊണ്ട് കുറച്ചധികം വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ നാട്ടുകാർ എന്താണ് ഈ പറയുന്ന സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോട് ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ കൃത്യമായിട്ട് കുറച്ചധികം വീഡിയോസ് നമുക്കിപ്പോൾ സെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരു മനുഷ്യനോട് ഒട്ടും ആരും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് മോശമായിട്ടാണ് സിദ്ധാർത്ഥിനോട് അവിടെ നാട്ടുകാർ ഇടപഴകുന്നത്. ഇപ്പോൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയെ ഈ ഒരു വണ്ടി ഇടിച്ച ഒരാളെ കിട്ടുന്ന സമയത്ത് അദ്ദേഹത്തെ അവിടെ പിടിച്ചു വെച്ചിട്ട് നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു കാര്യം അറിയിച്ച് നേരെ പോലീസുകാരെ ഏൽപ്പിക്കാം. അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം ഈ പറയുന്ന വെള്ളം അടിച്ചാണ് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് കസ്റ്റഡിയിൽ ഏൽപ്പിക്കാനായിട്ട് സാധിക്കും. അതിന് പകരം പോലീസുകാർക്ക് ഇത്രയും നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ ഒരു പോലീസുകാരെ വിളിച്ചറിയിക്കാതെ നാട്ടുകാർ ഇതിനകത്ത് ഇടപഴകുന്ന ഒരു രീതിയുണ്ട്. നാട്ടുകാർ എന്തൊക്കെയാണ് ആ ഒരു സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ കാണിച്ചു കൂട്ടിയത്. ഭയങ്കരമായിട്ട് മർദ്ദിക്കുകയും കഴുത്തിനൊക്കെ പിടിച്ച് മുറുക്കി കൊരക്കിനൊക്കെ പിടിച്ച് ഒരുമാതിരി ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ റോട്ടിലൊക്കെ ഇട്ടിരിക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ വലിച്ചഴച്ച് മൊത്തം ഭയങ്കരമായിട്ട് പൈശാചികമായിട്ടാണ് സിദ്ധാർത്ഥ് പ്രഭു എന്ന് പറഞ്ഞ വ്യക്തി ആ റോട്ടിലിട്ട് ഇടിച്ച് വല്ലാണ്ടാക്കി കളഞ്ഞത്. ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ സിദ്ധാർത്ഥായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫാമിലിയോ അച്ഛനമ്മമാരോ ഒക്കെ കാണുന്ന സമയത്ത് എന്താണ് ഈ ഒരു നാട്ടുകാരെ പറ്റി മനസ്സിലാക്കേണ്ടത്? ഒരു ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് അതിപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ഭാഗത്താണ് പൂർണ്ണമായിട്ടുള്ള മിസ്റ്റേക്ക്. മദ്യപിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് സാധാരണക്കാരനായിട്ട് ഉള്ളൊരു ലോട്ടറി വിൽക്കുന്ന ഒരു വ്യക്തിയെ ഇടിച്ചിടുകയും അവിടെ നിന്ന് ഒരുപാട് ചീത്ത വർത്തമാനങ്ങളൊക്കെ സിദ്ധാർത്ഥിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ നാട്ടുകാർ ചെയ്തത് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ഈ ഒരു വീഡിയോ നമ്മൾ രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. രാവിലെ നമ്മൾക്ക് ഒരു പെർട്ടിക്കുലർ വീഡിയോ മാത്രം അയച്ചു തന്നിട്ട് ഇതിൻ്റെ കോണ്ടന്റ് മാത്രമാണ് കിട്ടിയത്. പക്ഷേ ഇത്തരത്തിലൊരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഭയങ്കരമായിട്ട് ഒട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണിത്. ഒരു സ്ഥലത്ത് ഒരു ക്രൈം നടക്കുന്ന സമയത്ത് നാട്ടുകാർ അതിനകത്ത് ഇടപെട്ടുകൊണ്ട് ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ മർദ്ദിക്കുകയും കഴുത്തിനൊക്കെ പിടിച്ച് അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ജീവന് വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ആര് എന്ത് സമാധാനം പറയുമായിരുന്നു? ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വൈറലാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് എന്തോ കരുതിക്കൂട്ടി ചെയ്തതുപോലെ ഉപ്പുമുളകും എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനശ്രദ്ധയുള്ള ഒരു അഭിനേതാവാണ് ഈ പറയുന്ന സിദ്ധാർത്ഥ് പ്രഭു. അപ്പോൾ ഇത്തരത്തിലൊരു വ്യക്തിയോട് ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ അത് ചർച്ചയാക്കപ്പെടും, ഇതൊരു കോണ്ടന്റ് ആയിട്ട് മാറും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അനാവശ്യമായിട്ട് ആ ഒരു വ്യക്തിയെ ഇടിക്കുകയും തൊഴിക്കുകയും കഴുത്തിനൊക്കെ പിടിച്ച് കൊരക്കിനൊക്കെ പിടിച്ച് മുറുക്കുകയും എന്താണ് ഈ പറയുന്നത്? ഒട്ടൊന്നും പറയാനില്ല ഈ ഒരു കാര്യത്തെപ്പറ്റി. കാരണം അദ്ദേഹത്തെ മർദ്ദിക്കുകയും ഇട്ടിരിക്കുന്ന വസ്ത്രമൊക്കെ വലിച്ചഴച്ച് റോട്ടിൽ കൊണ്ടുപോയിട്ട് ചവിട്ടി കൂട്ടുകയാണ് ചെയ്യുന്നത്. ഒന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതിപ്പോൾ സിദ്ധാർത്ഥ് പ്രഭുവിനെ വണ്ടി ആക്സിഡൻ്റ് ആക്കി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ഇടിച്ചിട്ടതിൻ്റെ പേരിൽ കസ്റ്റഡിയിൽ എടുക്കുന്നതിനൊപ്പം തന്നെ ഇദ്ദേഹത്തെ അനാവശ്യമായിട്ട് റോട്ടിലിട്ട് മർദ്ദിച്ച ഈ പറയുന്ന നാട്ടുകാരെ കൂടി അതിനകത്ത് കസ്റ്റഡിയിൽ എടുക്കേണ്ടത് അനിവാര്യമാണ്. ഇതിപ്പോൾ ആ ഒരു വ്യക്തി അതിനകത്ത് പറയുന്നുണ്ട്, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, എനിക്കൊരു ഫാമിലി ഉണ്ട്, എന്നെ ഇങ്ങനെ ചെയ്യല്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് സിദ്ധാർത്ഥ് പ്രഭു ആ നാട്ടുകാരോട് ഭയങ്കരമായിട്ട് കെഞ്ചിക്കേണ് അപേക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഈ ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ട് മോശമായിട്ട് ഒരുപാട് മോശം വാക്കുകൾ പറഞ്ഞുകൊണ്ട് അടിക്കുകയും ഇടിക്കുകയും തൊഴിക്കുകയൊക്കെ ചെയ്തിട്ട് അതൊക്കെ വീഡിയോസ് എടുത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്ത് എന്ത് സുഖമാണ് ഈ പറയുന്ന നാട്ടുകാർക്ക് അതിലൂടെ ലഭിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. കൃത്യമായിട്ട് ഈ ഒരു പോലീസുകാർ കസ്റ്റഡിയിൽ എടുക്കാനായിട്ട് വരുന്ന സമയത്ത് ഈ ഒരു സിദ്ധാർത്ഥിനെ കസ്റ്റഡിയിൽ എടുക്കണം. തീർച്ചയായിട്ടും മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് വളരെ കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണ്. മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ആക്സിഡൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്, സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒരിക്കലും നമ്മുടെ കേരളത്തിൽ സമ്മതിക്കാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല.
പക്ഷെ തീർച്ചയായിട്ടും ഈ നാട്ടുകാർ ചെയ്തതും അവിടെ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. ഇന്ന് രാവിലെ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഇത്രയും മോശമായിട്ട് ഈ ഒരു സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വ്യക്തിയോട് ഈ ഒരു നാട്ടുകാർ ഇടപഴകിയതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഇത് വളരെ മോശമെന്ന് തന്നെ പറയേണ്ടി വരും. കോട്ടയം ചിങ്ങവനത്ത് ആ ഒരു പ്രദേശത്ത് സിദ്ധാർത്ഥ് പ്രഭു എന്ന് പറയുന്ന ആക്ടറെ ഉപദ്രവിക്കാനായിട്ടുണ്ടായിരുന്ന ആർക്കാണ് ഇത്ര സുഖം കിട്ടിയത്? ആ ഒരു വ്യക്തിയെ ആ റോട്ടിലിട്ട് മൊത്തം ചവിട്ടി അഴച്ച് ആ ഒരു വസ്ത്രങ്ങളൊക്കെ ഫുള്ള് മൊത്തം എന്താ പറയേണ്ടത്, ഭയങ്കര മോശം എന്ന് തന്നെ പറയേണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് സിദ്ധാർത്ഥിനെ കസ്റ്റഡിയിലെടുത്ത പോലീസുകാർ ഈ പറയുന്ന സിദ്ധാർത്ഥിനെ റോട്ടിലിട്ട് ഉപദ്രവിച്ച ബാക്കിയുള്ള എല്ലാവരെയും കസ്റ്റഡിയിലെടുക്കണം. അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. സിദ്ധാർത്ഥിന് ഇതിനകത്ത് ഒരിക്കലും ന്യായീകരിക്കുന്നതല്ല. സിദ്ധാർത്ഥ് പ്രഭു എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ചെയ്തത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. വെള്ളമടിച്ച് വണ്ടി ഓടിക്കുകയും ഒരാളെ ഇടിച്ചിടുകയും അയാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച നാട്ടുകാരെ ചീത്ത പറയുന്നതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് അന്വേഷിക്കാനായിട്ട് വന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ ഇതും ഭയങ്കര തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ക്രൈം നടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ വിളിച്ച്, ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു സാധാരണക്കാരൻ ചെയ്യേണ്ടത്. അല്ലാതെ ആ ഒരു വ്യക്തിയെ അവിടെ ഇട്ട് തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നതും ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നതും മാനനഷ്ടം വരുന്ന രീതിയിൽ സ്വന്തം വസ്ത്രങ്ങൾ വലിച്ചു കീറുന്നതും റോട്ടിലിട്ട് ചവിട്ടി അഴച്ച് ഈ ഒരു വീഡിയോയും ഇത്തരത്തിലൊരു സിറ്റുവേഷനിൽ തൻ്റെ വേണ്ടപ്പെട്ടവർ, അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, ഭാര്യ, കുട്ടികൾ അവരൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്വന്തം ഈ ഒരു വേണ്ടപ്പെട്ട ഈ ഒരു വ്യക്തി ഈ ഒരു വീഡിയോയിൽ കാണുന്ന സമയത്ത് അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇത്തരത്തിലൊരു മദ്യപിച്ച് വെള്ളം ഓടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് അന്വേഷിക്കാനും അതിന് വേണ്ട നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാനൊക്കെ ആയിട്ട് നമുക്കിവിടെ പോലീസ് സ്റ്റേഷനുണ്ട്, കോടതിയുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്നിട്ട് ഈ നാട്ടുകാർ എന്തിനാണ് അനാവശ്യമായിട്ട് ഇതിനകത്ത് ഒരു വ്യക്തിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇത്തരത്തിൽ ഉപദ്രവിച്ചുകൊണ്ട് എന്ത് സന്തോഷമാണ് ഇവർക്ക് കിട്ടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്